ഹലോ, വീണ്ടും കുറച്ച് പഴയ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. പഴയ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1-2 മാസം മുമ്പുള്ള വീഡിയോ ആണ്. ഞങ്ങൾ പാലക്കാടാണ് ഇപ്പോൾ ഉള്ളത്. 2 മാസം മുമ്പ് പാലക്കാട് നമ്മൾ പോയി. അത് കഴിഞ്ഞിട്ട് കുത്തമ്പുള്ളി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ദേ പാലക്കാട് എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച് പുറത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ജുഗുനോ എഴുന്നേറ്റ് ഉറക്ക ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ മണിക്കൂട്ടനുണ്ടായിരുന്നു. മണിക്കൂട്ടനും ദേ ഉറക്ക ക്ഷീണത്തിൽ അവിടെ സെറ്റിൽ കിടന്ന് ഉറങ്ങുകയാണ്. മുത്തശ്ശിയുണ്ട്. പിന്നെ ദേ പുറത്തുള്ള അന്തരീക്ഷമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ തലേ ദിവസം തന്നെ പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അവിടെ നിന്ന് പിറ്റേ ദിവസമാണ് കുത്തമ്പുള്ളിക്ക് പോണത് കേട്ടോ. ആ പോണ ദിവസമാണ് ഇത്. ഞങ്ങൾ അമ്പലത്തിൽ തൊഴാന്നുള്ളൊരു ഉദ്ദേശം കൂടി, ഭഗവതിയുടെ അമ്പലമുണ്ട്, ദുർഗ ഭഗവതിയുടെ അമ്പലമുണ്ട്. അവിടെ മുത്തശ്ശൻ അവിടെയായിരുന്നു പൂജ കഴിച്ചിരുന്നത്. അപ്പം അവിടെ തൊഴാന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പാലക്കാട്ടേക്ക് വന്നപ്പം അവിടെ പ്രതിഷ്ഠാദിനമായിരുന്നു. അത് കുറച്ച് വലിയൊരു ഉത്സവമായിട്ട് നടത്തിയിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ ആ ദിവസങ്ങളിൽ തൊഴാൻ പറ്റിയില്ല ആക്ച്വലി. പക്ഷെ അതിന് ശേഷമാണെങ്കിലും തൊഴണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോവുകയാണ്. രാവിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. പിള്ളേരൊക്കെ പറക്കി കൂട്ടിയാണ് പോണത്. ഈ കാണുന്ന പെരയുണ്ടല്ലോ, ഇവിടെ ഞാൻ കുട്ടിക്കാലത്ത് എനിക്ക് ചെറിയ ചെറിയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ഈ പെരയായിട്ട് ബന്ധപ്പെട്ട്. ഇവിടെയാണ് നമ്മൾ താമസിച്ചിരുന്നത്. മുത്തശ്ശൻ പൂജ വെച്ചിരുന്ന അമ്പലമാണിത്. അപ്പം ആ അമ്പലത്തിൽ പൂജ വയ്ക്കുന്ന ആൾക്കാർക്ക് താമസിക്കാൻ കൊടുക്കുന്ന വീടാണിത്. അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വളരെ ചെറുപ്പത്തിൽ എനിക്കൊന്നൊരു 5 വയസ്സിനൊക്കെ മുമ്പ് ഞാൻ താമസിച്ചിരുന്നത് അവിടെയാണ്. അപ്പം എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണ് കേട്ടോ ഈ പാലക്കാട് എന്ന് പറയുന്നതും ആ സ്ഥലമൊക്കെ. അങ്ങനെ ഞങ്ങൾ നേരെ കുത്തമ്പുള്ളിയിൽ എത്തിയിട്ടോ. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ കുത്തമ്പുള്ളിയിലെത്തി. അത് കഴിഞ്ഞ് റാംസൺസിലാണ് കേട്ടോ നമ്മൾ ആദ്യം പോയത്. റാംസൺസ് അത്യാവശ്യം വലിയൊരു ഷോപ്പാണ്. അവർക്ക് ആക്ച്വലി മറ്റേ കടകളിലേക്ക് കൊടുക്കുന്ന അവർ ഹോൾസെയിലേഴ്സും കൂടിയാണ്. അപ്പം അവർ വേറെ കടകളിലേക്കും കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് ചെന്ന് വാങ്ങിക്കുമ്പം അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഭയങ്കര ഒരു കസ്റ്റമർ സർവീസൊന്നും അവിടെ കണ്ടില്ല ഞങ്ങൾ. എന്തായാലും അവിടെ നിന്ന് 1-2 എണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇനി വേറെ കടകളിലും കൂടെ നോക്കിയിട്ട് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പം നല്ല ചൂട് വെയിലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് എന്തെങ്കിലും കുടിക്കാനൊന്നും എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ കിട്ടുമോ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ആ ഭാഗങ്ങളിൽ കുത്തമ്പുള്ളിയിൽ ആ കടകളിലെ ആ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനത്തെ കുറച്ച് കടകൾ കാണാം. അത്രേനേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കൊണ്ടുപോവാ, വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം കൊണ്ടുപോവാ, അതാണ് നിവൃത്തിയുള്ളൂ. പിന്നെ നമ്മൾ നേരെ AR ഹാൻഡ്ലൂംസിലാണ് പോയത്. AR ഹാൻഡ്ലൂംസ് പലർക്കും ഇപ്പോൾ അറിയുണ്ടായിരിക്കും. അവർ നല്ലോണം മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, നല്ലോണം ആഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് മിക്ക ആൾക്കാർക്ക് ഇപ്പോൾ അറിയുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ അവിടെ നിന്നാണ് ആക്ച്വലി ചൂസ് ചെയ്തത്. അവരുടെ കസ്റ്റമർ സർവീസും അടിപൊളിയാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വാങ്ങിക്കും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് അവിടെ. അപ്പം നമ്മൾ അവിടെ നിന്ന് നമുക്ക് കല്യാണത്തിൻ്റെ തലേദിവസം എടുക്കാനുള്ള അയിനൂണെന്ന് പറഞ്ഞ ചടങ്ങിന് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് മുണ്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്തു. പിന്നെ കുറച്ച് സാരികളും കൂടെ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും മെയിനായിട്ട് കുത്തമ്പുള്ളി പോയത്. അതായത് നമുക്ക് കുറച്ച് ബൾക്കായിട്ട് സെറ്റ് മുണ്ട് ആവശ്യമുണ്ട് അയിനൂണിന് വേണ്ടിയിട്ട്, കുറേ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറേ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും അതിനെ എടുക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനെ ബൾക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുത്തമ്പുള്ളിക്ക് പോയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സാരിയും സാധനങ്ങളും കുറച്ചൊക്കെ വാങ്ങിച്ചു. നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കടകളൊക്കെ കുറവാണ്, അതുകൊണ്ട് നമ്മൾ ഫുഡ് പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇപ്പം ഈ AR ഹാൻഡ്ലൂംസിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് തോന്നുന്നു ഒരു ചെറിയ കട തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. അവിടെ എനിക്കൊന്ന് ചായയും കാപ്പിയും അങ്ങനത്തെ സാധനങ്ങളും കുറച്ച് പിന്നെ ചോറും കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അതൊന്നും കഴിഞ്ഞ കൊല്ലം വരെ ഞങ്ങൾ മിക്ക കൊല്ലങ്ങളിലും പോവലുണ്ട്, ഓണത്തിൻ്റെ സമയത്തൊക്കെ പോവലുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം സാധനം വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങി തോന്നുന്നു. കാരണം ഭയങ്കര തിരക്കായി തുടങ്ങിയില്ല. ഇപ്പം വെഡ്ഡിങ് സാരിയുടെ പർച്ചേസ് വരെ അവർ AR ഹാൻഡ്ലൂംസിൽ നിന്ന് പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് സ്റ്റാർട്ട് ചെയ്താന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് നമ്മൾ തിരിച്ചെത്താൻ പോവാണ്. അപ്പോൾ പോരുന്ന വഴിക്ക് വീടെത്താറായപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ഏത് അമ്പലത്തിലെ ഉത്സവമാണെന്നൊന്നും അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.